സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ ഇന്നലെ നമ്മൾ 12 വരെ ചിന്തിച്ചത് 13-ാം വാക്യം. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ആമേൻ. സ്തോത്രം. ഇവിടെ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവരപ്പോ എപ്പോഴും അവരുടെ കൺഫെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിയിൽ അവര് അന്യരും പരദേശികളും എന്ന് വെച്ചാൽ ഇതല്ല ഞങ്ങളുടെ രാജ്യം, ഹാലല്ലേ, ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം ഉണ്ട് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ മരിച്ചു. നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ നമ്മൾ അതൊക്കെ എപ്പോഴെങ്കിലും ഏറ്റു പറയുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എൻ്റെ അല്ല, ഇവിടെ ഒന്നും എൻ്റെ അല്ല, ഇതെല്ലാം ഞാൻ ഇവിടെ ഇട്ടേച്ച് കൊണ്ടുവന്നതാണ് എന്ന് ചിന്ത നമ്മളുണ്ടെങ്കിൽ ഹാലലിയ ആമ ഇവിടെ ഉള്ളതിനെയൊക്കെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ആമ ഓടുകയും ചെയ്യത്തില്ല. ഹാലലിയ. അടുത്ത 14-16 വാക്യം വായിക്കാം. ഇങ്ങനെ പറയുന്നവർ പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആമേ. അവരെന്താ പറയാ? സ്വർഗത്തിലെ അവര് സ്വർഗീയമായതിനെ കാംക്ഷിക്കുന്നവർ, അല്ലെങ്കിൽ സ്വർഗത്തെ നോക്കിക്കൊണ്ട് സ്വർഗീയമായതിനെ കാംക്ഷിക്കുന്ന ഹെവൻ സീക്ക് എന്നാണ് നമ്മൾ പറയുകയാണെങ്കിൽ. ഇവിടെ ഉള്ളതല്ല, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളതിനെ അന്വേഷിപ്പെന്ന് പറഞ്ഞ പോലെ ഇവര് സ്വർഗീയമായതിനെ മാത്രം അന്വേഷിക്കുന്നതാണ് ഇവരുടെ വിശ്വാസം. നമ്മൾ വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കുന്നത് യഥാർത്ഥ ട്രൂ വിശ്വാസം അല്ലെങ്കിൽ ട്രൂ ഫെയ്ത്ത് എന്താന്നാ നമ്മൾ ചിന്തിച്ചോട്ടെ. അപ്പം യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ ഈ ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളത് തന്നെയാണ് നമ്മുടെ കാംക്ഷ മൊത്തം ചിന്തിക്കുന്നത്. അവിടെ ചെന്ന് എന്ത് ലഭിക്കും, അവിടെ എന്തായിരിക്കും നമുക്ക്, അവിടെ എന്ത് സമ്പാദിക്കും, അവിടേക്ക് നമുക്ക് എന്ത് കൊണ്ടുപോകാം, ഇങ്ങനെ ഉള്ള ചിന്തകളാണ് ശരിക്കും വിശ്വാസം. കാരണം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് വെച്ചാൽ അവർക്കൊരു കാര്യം ഉറപ്പുണ്ട്. എന്താ വിശ്വാസമുള്ളത്? ഈ ലോകത്തുള്ള ജീവിതമല്ല, നമുക്ക് മറ്റൊരു ജീവിതം ഉണ്ടെന്ന്. ഇന്ന് പലരും ഹാലയിലെ തെറ്റിലൂടെയും കുറ്റങ്ങളിലൂടെയും കുറവുകളിലൂടെയും കടന്നു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരാരും വിശ്വസിക്കുന്നില്ല ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവര് പറയുന്ന ഭൂമിയിൽ തന്നേക്കുന്ന മനുഷ്യനായിട്ടുള്ളത് ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്ന അവകാശ, ഭൂമിയിലെ കഴിയുമ്പോൾ കഴിഞ്ഞു, മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നവരാണ് അതിനു വേണ്ടി ഒരുക്കപ്പെടുന്നത്, അല്ലേ? നമുക്കിന്ന് പലതും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നോ പറയുന്നതിന്റെ കാര്യം എന്താ? ഇതൊക്കെ യെസ് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്താൽ, ഇതൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഹാലലിയ അവിടേക്ക് പോകണം. എന്നല്ല നമ്മുടെ ദേവദാസൻ ഹാലലിയ നിങ്ങൾ ഭൂമിയിലെ ഉപ്പാകുന്നു, ഭൂമിയിലെ വെളിച്ചമാകുന്നു, ഈ 2 വാക്യം എടുത്ത് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഉപ്പിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഹാലലൂയ. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ സാധു സുന്ദർ സിംഗ് പറഞ്ഞ ഉപ്പിന്റെ ഒരു ഗുണത്തെ കുറിച്ചാണ്. എന്താന്ന് വെച്ചാൽ ഉപ്പ് എന്ന് പറയുന്നത് ഏത് പദാർത്ഥത്തെ നമ്മൾ ഇടുന്നോ പിന്നീട് അവിടെ നോക്കുക ഉപ്പിനെ കാണത്തില്ല, ഉപ്പ് അലിഞ്ഞു ചേരും. അവിടുത്തെ സ്തോത്രം. എന്നിട്ട് അത് ടേസ്റ്റ് കൊടുക്കുന്നത് സ്വയം അലിഞ്ഞു ചേർന്ന് ഉപ്പിനെ കാണാത്ത പോലെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളെന്ന് വ്യക്തിത്വം നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും പറ നമ്മളോട് ആ രുചി പുറത്തു വരുത്തുള്ളത്. പഴയ സാറാമ്മ സിസ്റ്റർ, ആ സാറാമ്മ എന്നുള്ള ആളുടെ ക്യാരക്ടർ എന്തൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു അതിനൊന്നും പിന്നെ നോക്കി കാണരുത്. മിനി എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ മിനി മാറി പുതിയ സൃഷ്ടിയായ ക്രിസ്തു നമ്മളിൽ വെളിപ്പെടണം എന്ന് വെച്ചാൽ മിനിയെ പിന്നെ നോക്കിയാൽ കാണുകയും ചെയ്ത് എന്ന് വരുമ്പോഴേ അത് ഉദ്ദേശിക്കുന്ന ഗുണം അല്ലെങ്കിൽ ആ രുചി പകരാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പം അതുപോലെ തന്നെ ഉപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഹല്ലേലൂയ, ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ പോലെ നമ്മൾ ആയിരിക്കണം. ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം എപ്പോഴും ഉപ്പ് വെള്ളത്തിൽ കിടന്നാലും മത്സ്യത്തെ ഉപ്പ് പിടിക്കാത്ത പോലെ നമ്മൾ ഈ ലോകത്തിൽ കിടക്കുന്ന സമയത്ത് ലോകത്തിന്റെ ഒന്നും നമ്മൾ തുടരുത്, അതൊന്നും നമ്മളിലേക്ക് നമ്മൾ പിടിക്കരുത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ജീവിക്കണം. കാരണം ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾക്ക് ഈ ജീവിതത്തിന് അപ്പുറം മറ്റൊരു ജീവിതം ഉണ്ട്. അതിനെ കാംക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും അതിനെ ആഗ്രഹിച്ച് അതിനെ ഓർത്തുകൊണ്ട് അതിനു വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുക. അതാണ് വിശ്വാസം. എന്താ വിശ്വാസം? കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഇവിടെ നിന്ന് ഉറങ്ങിയാലും ഉണരുന്നത് അവിടെയാണ്. നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കുക. ഈ വിശ്വാസം നമ്മൾ ഉണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല. വിശ്വാസമില്ല പിന്നെ ഇവിടെ ഇപ്പൊ എന്ത് ജീവിച്ചാലും എന്ത് ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ആരും കേൾക്കാൻ, അങ്ങോട്ടൊന്നും പോകാൻ പോകുന്നില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ ചെയ്യില്ല.
പലരും എന്താ വന്നിട്ട് പിന്മാറ്റത്തിൽ പോയി തെറ്റിലേക്കും കുറ്റങ്ങളിലും കുറവുകളിലേക്ക് പോകുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവരത് വിശ്വസിക്കുന്നില്ല. ചില ആൾക്കാരെ കുറിച്ച് വിശ്വസിക്കുന്നെങ്കിലും, റോമാലേഖനത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നെങ്കിലും അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ജീവിത രീതികൾ വിട്ടുമാറാൻ കഴിയാത്തത് കൊണ്ട് മനഃപൂർവ്വം അതിനെ അവഗണിച്ചു പോകും. ഹാലലൂയ. ഇവിടെ നമ്മൾ സ്വർഗീയമായനെ കാണിച്ചു. 15-ാം വാക്യം പറയുന്നത് അവർ വിട്ടുപോകാനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോയി ഇടവരില്ല. അപ്പൊ വിട്ടുപോകുന്നതിന് there is no turning back. ഹാലലൂയ. നമ്മൾ വിട്ടുപോകുന്നതിലേക്ക് മടങ്ങിപ്പോകരുത്. അങ്ങനെ പോകാനാണെങ്കിൽ വിട്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ പറയത്തില്ലേ, എന്തിനാ വെറുതെ ഇങ്ങോട്ട് വന്നത്, അപ്പുറത്ത് തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നു. ഇവിടേക്ക് കേറിയ ഇവിടത്തെ അനുസരിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ അവിടെ തന്നെ നിന്നാ പോരായിരുന്നു. ആരും നിർബന്ധിച്ചോ? ആരും വന്ന് കൈക്ക് പിടിച്ചോ? വന്ന് മുങ്ങ് എപ്പോഴെങ്കിലും വന്ന് സ്നാനപ്പെട്ടേ പറ്റത്തുള്ള ആരെങ്കിലും നിർബന്ധിച്ച് ആലും പിടിച്ചോണ്ട് മുക്കിയിട്ടുണ്ടോ കൂട്ടത്തിരിക്കുന്ന ആരെങ്കിലും? ഇല്ല. എല്ലാവരും സത്യം വന്ന് സ്വന്തം ഇഷ്ടത്താലും പോയി മുങ്ങിയവരായിരിക്കും അല്ലേ? ഹാലൂയ. പക്ഷേ മുങ്ങിക്കഴിഞ്ഞാൽ ദൈവം പറഞ്ഞ് കലപ്പിക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്. ഹാലൂയ. അപ്പൊ അതിൽ തന്നെ നിൽക്കണം. ഹാലൂയ. കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ലെന്ന് പറയുന്ന കണക്ക് ഹാലൂയ നമ്മള് വന്നു കഴിഞ്ഞ പിന്നെ നോ ടേണിംഗ് ബാക്ക് ആണ്. കഴിയതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ടും അവർക്ക് എന്തുകൊണ്ട് കനാൻ ദേശം പ്രാപിക്കാൻ പറ്റില്ല? അവര് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ, മിസ്രൈമിലേക്ക് നോക്കി. അവിടെ കാട്ടുള്ളി കിട്ടുമായിരുന്നു, വെള്ളുള്ളി കിട്ടുമായിരുന്നു, നല്ല മീൻ കിട്ടുമായിരുന്നു, വളർത്താത്ത മീൻ കിട്ടുമായിരുന്നു, ഇറച്ചിക്കലങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പലതും അവര് ഹല്ലേലൂയ നല്ല ശവക്കുഴി അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു അടിമത്തത്തിൽ കടന്നിയാ, അടി കൊണ്ട് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ ഒക്കെ ആയിട്ടും അവരുടെ ഹൃദയം അവിടുന്ന് വിട്ടുപോകുന്നില്ലായിരുന്നു. ഒരു മനുഷ്യൻ പോരുന്നു എന്നുള്ളതിനെ കാട്ടി നമ്മുടെ ഹൃദയം പോരുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോഴും വന്ന് പെട്ട് ഇരിക്കുന്ന ഇവിടെ സഭയിൽ പോകുന്ന ആരാധിക്കുന്നു. പക്ഷെ നമ്മുടെ ഹൃദയം ഇപ്പോഴും എവിടെയാന്ന് വെച്ചാൽ പഴയത് തന്നെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും നമ്മൾ പഴയതിലേക്ക് നോക്കത്തുള്ളൂ. പണ്ട് എനിക്ക് അങ്ങനെയായിരുന്നു, പണ്ട് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, പണ്ട് എനിക്ക് അതുണ്ടായിരുന്നു, പണ്ട് എനിക്ക് ഇതുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നതെങ്കിൽ നിന്റെ ഹൃദയം ഇങ്ങോട്ട് പോന്നിട്ടില്ല എന്നാ അതിന്റെ തെളിവ്. 15-16 കഴിഞ്ഞ് 17-ാം വാക്യം വായിക്കാം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിന് ജനിക്കുന്നു പറഞ്ഞൊരു സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. ഇവിടെ പറയുന്നത് ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അപ്പൊ എന്താ പറയാ, പരീക്ഷിക്കപ്പെട്ട യാഗം അർപ്പിച്ചു എന്ന് വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ദൈവം തന്നത് ഹാലലിയ എത്ര വലിയ നന്മയാണെങ്കിലും ഏത് സമയത്തിലും ദൈവത്തിന് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ചോദിച്ചാൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹാലലിയ. അബ്രഹാം അതുകൊണ്ട് ഒരു മടിയില്ലാതെ കൊണ്ടത് യാഗം അർപ്പിച്ചു. യാഗം അർപ്പിക്കാൻ അബ്രഹാമിനൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ഓർമ്മയുണ്ട്. ദൈവം പറഞ്ഞ വാഗ്ദത്തം അബ്രഹാം വിശ്വസിച്ചു. ഹാലലിയ. എന്താ? നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്നുള്ളൊരു വാഗ്ദത്തം അബ്രഹാമിന്റെ മേൽ കിടക്കുക. അബ്രഹാമിന് അറിയാം, ഇത് കൊണ്ടുവന്ന് ഞാൻ യാഗം കൊടുത്താലും ഹാലേലിയ ചാരത്തിൽ നിന്നാലും മനുഷ്യരെ നമുക്ക് മക്കളെ തരുവാൻ വേണ്ടി ഹാലേലിയ ശക്തനായ ഒരു ദൈവത്തെ. അപ്പൊ ദൈവം തന്നതിന് ഒരു മടിയുമില്ലാതെ ഏത് കാര്യം ദൈവം തന്നത് ചോദിക്കുമ്പോൾ ഒരു മടിയുമില്ലാതെ കൊടുക്കണമെന്നൊരു വിശ്വാസം വേണം. ഹാലലിയ. നമ്മുടെ യോബ് പറയുന്നുണ്ടല്ല, ദൈവം തന്നു, ദൈവം എടുത്ത്, ദൈവത്തിന്റെ നാമം മഹത്വം. അതിലൊക്കെ യോബ് യാതൊരു പാപവും ചെയ്തില്ല എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം യോബിന്റെ ഒക്കെ പോയി അയ്യോ എന്റെ സമ്പത്ത് പോയി, എന്റെ മക്കൾ പോയി, അത് പോയി യോബ് കരഞ്ഞില്ല. കാരണം യോബിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, തന്ന ദൈവത്തിന് എടുക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ നമ്മുടെ പെന്തക്കോസ്ത് ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്ന കണക്ക് തരുന്നതൊക്കെ എടുക്കുന്നതൊക്കെ പിശാച്. അങ്ങനെയല്ല. എന്തെങ്കിലും എടുത്തോണ്ട് പോയാൽ പറയും പിശാജ് കൊണ്ടുപോയി, പിശാജ് അപഹരിച്ചു, പിശാജ് എടുത്തു. അല്ല, ദൈവം തന്നതിന് എടുക്കാനുള്ള പെർമിഷൻ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവം പെർമിഷൻ കൊടുക്കാതെ ഒരു പിശാചും വന്ന് എടുത്തോണ്ട് പോകത്തില്ല. ഹാലേലി. അപ്പം എത്ര നന്മയാണെങ്കിൽ ഹാലേലിയ ദൈവം തന്നതിന് ഏത് നേരം ദൈവത്തിന് തിരിച്ചു ചോദിക്കാനും തിരിച്ചു ചോദിച്ച് കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം. അതുപോലെ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കുമെന്നുള്ള വിശ്വാസം. ഇത് രണ്ടും അബ്രഹാമിനുണ്ട്. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുവാനായിട്ട് കാരണമായി. 19-ാം വാക്യം വായിക്കാം. മരിച്ചവരുടെ ഇടയിൽ നിർപ്പാൻ ദൈവം ശക്തനെ നേടുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. 35 കൊണ്ടത് വായിക്കും.
സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉത്ഥാനം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ആമേൻ. ഹല്ലേലൂയ. കാരണം ഇവിടെ ആദ്യം പറഞ്ഞ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവശക്തനെ തന്നെ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവരെ പോലെ അവരെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അപ്പം മരിച്ചവരെ തിരിച്ച് ലഭിച്ചത് വിശ്വാസം തന്നെ. പക്ഷേ 35-ാം വാക്യത്തിന്റെ പറയുന്നത് സ്ത്രീകൾക്ക് തങ്ങളെ മരിച്ച ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ആമേൻ. ചില കൂട്ടർക്ക് കിട്ടി, മറ്റു ചില കൂട്ടർക്കോ മറ്റു ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കാൻ ഉദ്ധാനം കൈക്കൊള്ള ഭേദ്യമേറ്റു. ഹല്ലേലൂയ. മറ്റു ചിലർ, അപ്പം മറ്റു ചിലരെ കുറിച്ചുകൂടെ പറയുമ്പം അവര് മറ്റൊരു നല്ല ഉയർത്തെഴുന്നേൽപ്പിനായി ഉദ്ധാരണം കൂടാതെ ഭേദ്യമേറ്റ്. അപ്പൊ അവരെ തന്നെ അവരങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് തിരിച്ചു കിട്ടിയില്ല. പക്ഷെ തിരിച്ചു കിട്ടാതെ മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ തല്ലും അടിയും ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു വിശ്വാസമാണ്. കാരണം എന്താട്ടെ, അവരതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്കറിയായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടിയത് വിശ്വാസമാണെങ്കിൽ തിരികെ കിട്ടാത്തതും ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമാണ്. നമ്മളൊക്കെ പറയാം മരിച്ചവരെ ജീവിപ്പിച്ച് ഹല്ലേലൂയ, അയ്യോ ഭയങ്കര വിശ്വാസം കേട്ടാ എന്ന് പറയും. പക്ഷേല് ജീവിപ്പിച്ചില്ല എങ്കിലും തല്ലുവടിയാണെങ്കിലും കാരാഗ്രഹം പട്ടിണിയാണെങ്കിലും ഇതിനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്താന്ന് പറയുക, അതിനെ കാരണം വെച്ചാൽ മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്കൊരു പ്രത്യാശ എന്താന്ന് പറയാ, ഇവിടെ അല്പം കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്താ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ട്. എവിടെയാന്ന് പറയാ, കർത്താവിന്. ഈ വിശ്വാസം നമ്മൾ ഉണ്ടെങ്കിൽ ആ പിരിവെടുക്കാതെ ഹല്ലേലൂയ നമ്മള് ഭാരപ്പെടാതെ ഹല്ലേലൂയ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്. അപ്പൊ വിശ്വാസം എന്നത് കിട്ടുന്നത് മാത്രമല്ല കിട്ടാതിരിക്കുമ്പോഴും വിശ്വസിക്കണം. അത് ഞാൻ ഇന്നലെ ആരോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും അയ്യോ അത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അത് ലഭിച്ചില്ലല്ലോ, പ്രാർത്ഥിച്ച് മറുപടി വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ സമയത്ത് കിട്ടിയില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും ഞാൻ പറയും, എന്റെ അനുഭവം വെച്ച് പറയും, ഞാൻ പറഞ്ഞിട്ട് കർത്താവ് അത് കിട്ടാതിരുന്നത് നന്ദി, ആ സമയത്ത് നടക്കാതിരുന്നത് നന്ദി. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സമയം അത് പെർഫെക്റ്റ് ടൈമിംഗ് തന്നെ. നമുക്ക് തോന്നും ഇതാണ് ഇപ്പോഴാണ് നമ്മുടെ സമയം എന്ന് തോന്നുമെങ്കിലും പക്ഷെ നമ്മൾക്ക് ഹല്ലേലൂയ ആ സമയത്ത് നടക്കാതിരുന്നതിനോർത്ത് എന്തായാലും നന്ദി പറയും. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് ജെയിംസ് അങ്കിളിന്റെ മാനസാന്തരത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ഹല്ലേലൂയ കുറച്ച് നാൾ നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് സ്നാനപ്പെട്ടൊക്കെ കഴിയുമ്പം പുറകോട്ട് ചിന്തിച്ചു നോക്കിയിട്ട് പറയും അന്ന് വരാമെന്ന് നന്നായി കേട്ടോ. കാരണം എന്താ പറയട്ടെ, കാരണം എന്താ ഞാൻ പറയാം, സ്റ്റാർട്ടിങ്ങിലെ ചാടിക്കേറി വന്ന പലരും ഇന്ന് വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ മാറ്റിവെച്ച്, അല്ലെങ്കിൽ നമ്മൾക്കറിയുന്ന തന്നെ പെണ്ണിയങ്ങളൊക്കെ ചർച്ചിൽ പോലും പദം മാറിയിരിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ വന്നതിന് പ്രയോജനമുണ്ടോ? വിശ്വാസം വരാതിരുന്നതിനെക്കാട്ടി ഭാരം വരയ്ക്കും. വന്നിട്ട് ഇപ്പൊ വീട്ടിൽ കയറി വെറുതെ ഇരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നതാണ്. ഹല്ലേലൂയ. അതുപോലെ എന്തെങ്കിലും കാര്യം ദൈവത്തിനറിയാം, ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹല്ലേലൂയ ഇവര് കുറച്ച് കഴിയുമ്പോൾ ഒരു പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് പോകുവാണെങ്കിൽ അത് അതിനെക്കാട്ടി വലിയ വേദനയാകും. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് തന്നെയാണ്. ഹല്ലേലൂയ. പലരും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പലരും ഇന്ന് രക്ഷയുടെ സന്തോഷം അറിയാതിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കാരണം അപ്പൊ നമുക്ക് തോന്നും അയ്യോ ദൈവം എത്ര നാളായിട്ട് പറയുന്ന, എന്നിട്ട് എന്താ അവർ കേൾക്കാത്ത, എന്താ അവർ വരാത്തെന്ന്. ദൈവത്തിനാണ് അവർ വന്നു കഴിഞ്ഞാലും ഹല്ലേലൂയ മരണത്തെക്കാട്ടി വേദനയാണ് വന്നിട്ട് പിന്മാറി. അപ്പൊ അതിനെക്കാട്ടി ഭേദം അവർ വരാതിരുന്നിട്ട് സമയം ദൈവത്തിന്റെ സമയത്താണ് അവർ കൂട്ടി വരുത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് ദൈവം അവിടെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു അനുഭവത്തിലൂടെ പോകും. ഇല്ലെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ചില കാര്യങ്ങൾക്ക് വൈകുന്നതിന്റെ കാരണം അതാണെന്ന് നമ്മൾ അന്നേരം പറയും. ശരിയാ ഹല്ലേലൂയ ഇപ്പൊ സംഭവിച്ചത്, അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസം, നമ്മൾ കണ്ടിട്ടില്ലാത്ത വിശ്വാസമൊക്കെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണെങ്കിൽ പറയും ഓ കർത്താവ് ഇത്ര നാള് പ്രാർത്ഥിച്ചതിന് ഹല്ലേലൂയ ഭയങ്കര ഇതായിട്ടോ, ഇറങ്ങി വന്നിട്ട് ഇനിയിപ്പോ ഞാൻ കർത്താവിന് മരിക്കാൻ പോലെ റെഡിയാണ്. ഹല്ലേലൂയ ഉള്ളതൊക്കെ എടുക്കുക, നമുക്ക് ചർച്ച പടി അതൊക്കെ പറയുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറമായിട്ട് അവരുടെ വിശ്വാസത്തെ പ്രവൃത്തി വെളിപ്പെട്ടാൽ പറയും ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചതിന് ഗുണം ഉണ്ടായിട്ടോ, വന്നപ്പം നല്ല 1.5 വരവായി പോയെന്ന് നമ്മൾ പറയുന്നതാണെങ്കിൽ അതുപോലെ പറയാനിടയാകും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാറ് നന്നായി, അത് നടക്കാറ് നന്നായി എന്ന് പറയാൻ തന്നെ കാരണം ദൈവം എപ്പോഴും ചെയ്യുന്നത് നന്മയ്ക്ക് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തികൾക്കൊന്നും ഹല്ലേലൂയ. ഒരു 20-ാമത്തെ വാക്യം വായിക്കും സിസ്റ്ററെ.
വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. 21-22 വായിച്ചു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രയേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു തന്റെ അസ്ത്രങ്ങളെ കുറിച്ച് കൊടുത്തു. ആമേൻ. ഇവിടെ വിശ്വാസത്താലാണ് ഇവരെ കുഞ്ഞുങ്ങളെ നോക്കി വരുന്നതിനെ അനുഗ്രഹിക്കുകയും പ്രൊഫസി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവരെ കുറിച്ച്. അല്ലെ നമുക്കറിയാം അബ്രഹാം, അമ്മേ ഹാലേലിയ, ഇവിടെ പറഞ്ഞ ഇസഹാക്ക് യാക്കോബിനെ യേശാവിനെ അനുഗ്രഹിച്ചു. യാക്കോബാണെങ്കിൽ നമുക്കറിയാം 12 തലമുറകൾ മാത്രമല്ല കൊച്ചുമക്കളെ കൂടി അനുഗ്രഹിച്ച്. യോസഫ് ആണെങ്കിലും മരിക്കുന്ന സമയത്ത് പുറപ്പാടിനെ കുറിച്ച് ഓർപ്പിച്ച അസ്ഥികൾ, ഇതൊക്കെ എന്താ വിശ്വാസത്താലാണ് ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നീ വലിയൊരു അനുഗ്രഹമാകുമെന്ന് പറയണമെങ്കിൽ നമ്മൾ വിശ്വാസം വേണം. അയ്യോ നാളെ എന്താ വരുമെന്ന് എനിക്കറിയത്തില്ലേ എന്നാ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കി പറയുന്നെങ്കിൽ നമ്മൾ വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി പറയാം, എൻ്റെ കുഞ്ഞ് ഇന്നൊരു സ്ഥലത്ത് ഇന്നതുപോലെ അനുഗ്രഹമാകും, അല്ലെ ദൈവരാജ്യത്ത് പ്രയോജനപ്പെടും, ദൈവത്തെ ഇടിഞ്ഞു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ പണിയുന്നവരാകും എന്നെല്ലാം നമ്മൾ പറയണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. അപ്പൊ വിശ്വാസത്താലാണ് നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കാനും പ്രൊഫസൈ ചെയ്യാനും ഒക്കെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ നോക്കിയൊക്കെ അവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കാൻ കഴിയുന്ന വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. 23-ാം വാക്യം. വിശ്വാസത്താൽ മോശയുടെ ജനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ആമേൻ. സ്തോത്രം. ഇവിടെ വിശ്വാസ മോശ ജനത്തിൽ ശിശു സുന്ദരൻ എന്ന് കണ്ട് അമ്മയപ്പന്മാർ കണ്ട് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവന് 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ വിശ്വാസമുള്ളത് കൊണ്ടാ രാജാവിന്റെ കൽപ്പനയൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ച്. നമുക്കറിയാം രാജാവിന്റെ കൽപ്പനയായിരുന്നു. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തിലൊക്കെ ചെന്നപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണ കാര്യത്തിൽ രാജാവിന്റെ കൽപ്പന വന്നു, അവരത് ഭയപ്പെട്ടില്ല. ഹല്ലേലൂയ. എന്താ അവർക്ക് വിശ്വാസം. അടുത്ത ശദ്രക്ക് മേശക്ക് തീച്ചുള ഇടുമെന്ന് പറയും, തീച്ചുള 7 മടങ്ങ് ചൂട് കൊടുപ്പിക്കേണ്ടത് അവർ ഭയപ്പെട്ടോ? ഇല്ല. അവരുടെ വിശ്വാസമാണ് അവരെ ഭയപ്പെടുത്താതിരുന്നത്. ഹല്ലേലൂയ. അവർ പറയും വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇടാൻ വേണ്ടി ഹല്ലേലൂയ കൽപ്പന പുറപ്പെട്ടു. ദാനിയേൽ ഭയപ്പെട്ട് കരഞ്ഞോടെ കിടന്ന്? ഇല്ല. ദാനിയേൽ സേവിക്കുന്ന ദൈവം ആരെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. അറ്റ്ലീസ്റ്റ് അവർക്ക് ദൈവം ഉണ്ടെന്നറിയാം, വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം ഉണ്ടെന്നറിയാം. ഹല്ലേലൂയ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ 24-ാം വാക്യം പറഞ്ഞ് വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവത്തോടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്ത്. അപ്പം ഹല്ലേലൂയ പാപത്തെ വെറുക്കാനായിട്ട് പഠിപ്പിക്കുന്നത് ഫെയ്ത്താണ്, അല്ലെങ്കിൽ വിശ്വാസമാണ്. അല്ലെ നമ്മൾ ചിലതൊക്കെ ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്നത്. എന്നിട്ട് പാപത്തെ വെറുത്തത് മാത്രമല്ല ദൈവത്തോടെ കൂടെ ജനത്തോടെ കഷ്ടം അനുഭവിക്കാൻ തെരഞ്ഞെടുത്തു. അപ്പൊ കഷ്ടം അനുഭവിക്കാനുള്ള തീരുമാനം എവിടെ നിന്ന് വന്നത്? വിശ്വാസത്തല വന്നത്. ഹലോ, നമ്മളൊക്കെ പറയുമ്പോ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, വിശ്വസിച്ച് പറയും, എന്നാൽ നിനക്ക് കിട്ടും 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 എന്ന് പറയുന്നു. വിശ്വാസം കിട്ടുന്നത് മാത്രമല്ല, ചിലതൊക്കെ നഷ്ടപ്പെടുത്തുന്ന വിശ്വാസം, ചിലതൊക്കെ ഉപേക്ഷിക്കുന്ന വിശ്വാസം, ചിലതൊക്കെ ഹല്ലേലൂയ ചില കൽപ്പനകൾക്ക് എതിരായിട്ട് തന്നെയാണ് നമ്മൾ ധൈര്യത്തോട് ചിലർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എതിർത്ത് നിൽക്കാൻ തരുന്ന ശക്തി അത് വിശ്വാസമാണ്. ഇവിടെ മോശയെ 3 മാസം ഒളിപ്പിച്ച് താമസിച്ചു. പക്ഷേ ഓർഡർ ഇട്ടവന്റെ അന്തപുരത്തിൽ തന്നെ അരമനയിൽ തന്നെ കൊണ്ടുവന്ന് ദൈവം അവനെ വളർത്തുകയും ചെയ്തു. എന്താ അവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ. 3 മാസം കഴിയുമ്പോൾ ഒളിച്ചേക്കാൻ പറ്റത്തില്ല. ഇനി എവിടെ കൊണ്ട് വളർത്തുമെന്ന് ചോദിച്ചപ്പം ഹല്ലേലൂയ അതിനെ ആരാണ് കൽപ്പന പുറപ്പെടുവിച്ചത് ആ കൊട്ടാരത്തിൽ തന്നെ വളർത്തി. എന്തുകൊണ്ട്? അവരുടെ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നത്. ആ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടതാണത്. ഹല്ലേലൂയ. അവിടെ കാണുന്നപ്പോ വിശ്വാസത്തെ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാൻ നിന്നു. വിശ്വാസത്താൽ അവർ മോശ പാപത്തെ ഉപേക്ഷിച്ചത് വിശ്വാസത്താലാണ്. പാപത്തെ ഉപേക്ഷിച്ചത് മാത്രമല്ല, കഷ്ടത തിരഞ്ഞെടുത്തതും ദൈവത്തിന്റെ ജനത്തോടു കൂടെ ഹല്ലേലൂയ കഷ്ടത തിരഞ്ഞെടുത്തതും വിശ്വാസമാണ്. നമ്മൾ പറയും നശിച്ചു പോകുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാകുന്നെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണെന്ന് പറയുന്ന പോലെ ചിലരൊക്കെ ഇത് നാശമാണ് അല്ലെങ്കിൽ പോഷത്വമാണെന്ന് പറയുമ്പോൾ മോശയെ നോക്കി പറയുന്നത് നമ്മൾ വിചാരിക്കും ഇത്ര വലിയ മണ്ടന മോശം എന്ന് പറയാം അല്ലേ?
ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കാൻ വേണ്ടി അത്രത്തോളം ഇത് കിടക്കുമ്പോ ദാ വന്നേക്കുന്നത് അതെല്ലാം ഇട്ട് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താ എനിക്ക് ജനത്തോട് കഷ്ടം മതി. ദൈവജനത്തോടുകൂടി ചേർന്ന് നിൽക്കാൻ കാണിച്ച ആ മനസ്സ്, ആ തീരുമാനം, അതുകൊണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞ ശേഷം ഇവിടെ പറയുന്നത് 25 പ്രതിഫലം നോക്കേണ്ട ഫറവോന്റെ പുത്രൻ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെ ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. അത്രയും മാത്രമൊന്നുമല്ല, ക്രിസ്തുവിന്റെ നിന്ന, അന്നവിടെ ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും പരിശുദ്ധാത്മ എന്താ എഴുതിക്കുന്നത്, ദൈവത്തിന്റെ ജനത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് തെരഞ്ഞെടുത്ത തീരുമാനത്തെയാണ്. എന്നുവെച്ചാൽ അവർ അടിമത്തത്തിൽ കിടക്കുക, കഷ്ടതയിൽ കിടക്കുക. ആ സമയത്ത് അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്നേ വരുത്തുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന വരുന്നുണ്ടോ? എപ്പോഴെങ്കിലും നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നമ്മള് ക്രിസ്തുവിൽ ആണെന്നുള്ള, ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നത് തെളിവാണ്. നിന്ന, പരിഹാസം, ദുഷി, ഇതൊക്കെ കേൾക്കുമ്പോൾ പഴയകാല ഭക്തന്മാരൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നു. കാരണം അവർ പറയും, ഓ ഞങ്ങള് ദൈവരാജ്യത്ത് നിൽക്കുന്നതിന് അതിന്റെ തെളിവായിരുന്നു. പക്ഷെ ഇന്ന് നിന്നയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരാണ് സഹിക്കുന്നത്? ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിന്നയും പരിഹാസവും ഒക്കെ ഇവിടെ വരുന്നത് നമുക്കതൊക്കെ സഹിക്കാൻ പറ്റും. ദൈവജനത്തോടെ കഷ്ടം അനുഭവിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക. അടുത്ത മിസ്രയീമിലെ നിക്ഷേപങ്ങൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും. അപ്പം നമ്മളുടെ വിശ്വാസം എന്താന്ന് പറയട്ടെ, നമ്മൾ സമ്പത്തിനെ വർഷിപ്പ് ചെയ്യുന്നത് അല്ല. സമ്പത്തല്ല നമ്മുടെ ആരാധിക്കുന്നത്. നിന്നയിലേക്ക് ഇറങ്ങി വരാണ്ട് സമ്പത്തിനെ ഉപേക്ഷിക്കുന്നതാണ് വിശ്വാസം. ചിലതൊക്കെ വേണ്ട എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ ചപ്പും ചവറും എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ അത് വിശ്വാസമാണ്. ചിലതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ. എന്താ, എനിക്കിത് വേണ്ട, ഈ നിന്ന മതി, ഈ കഷ്ടം. ഞാൻ പല ദൈവദാസന്മാരെ കുറിച്ചും നമ്മുടെ ഇവിടേക്കുള്ള ദൈവദാസന്മാരെ കുറിച്ചുള്ള ഞാൻ പല ദേവദാസന്മാരെ ശക്തമായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന പല ദൈവദാസന്മാരെ ഞാൻ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഓരോ രാജ്യങ്ങളിലൊക്കെ ചെന്ന് നല്ലതുപോലെ സെറ്റിലായി നല്ല ജോലിയൊക്കെ കിട്ടി നല്ല സാലറിയുടെ ഒക്കെ നിൽക്കുന്ന സമയത്ത് ദൈവം പറയും, മോനെ വിട്ടിട്ട് പോകുന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഒരു മടിയും കറിയാൻ കിട്ടിയ ഈ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരനൊരു പയ്യന്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ അല്ല, ഏതോ യൂറോപ്യൻ സിറ്റിസൺ ആണ്. വളരെ ചെറുപ്പക്കാരനായിരുന്നു. നല്ല ബാണാനാണെങ്കിൽ നല്ല ഭംഗിയല്ല, ഒരു 25-26 വയസ്സൊക്കെ. വേണദാസ് പാസ്റ്റർ ചർച്ചിൽ വന്നിരിക്കൽ പ്രസംഗിക്കുന്ന കേട്ടോ അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും നല്ല എന്തോ മൈക്രോസോഫ്റ്റിലൊക്കെ അതുപോലെ നല്ല സാലറിയുടെ ഭയങ്കര വലിയ ജോലിയിലിരിക്കുന്നതായിരുന്നു. പക്ഷേ കർത്താവിന്റെ വിളി തന്നപ്പോ പുള്ളി അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പുള്ളി ഇപ്പൊ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് എന്താ പറയാ, അവിടെ നിന്ന് വിട്ടിട്ട് UK US അങ്ങോട്ടാകുന്നു. അവിടെ നിന്ന് ഇപ്പോ ഒമാനാണെങ്കിലും മിഡിൽ ഈസ്റ്റിലൊക്കെ നടന്ന് ഓരോ സഭയിൽ പോയി കർത്താവിനെ സാക്ഷീകരിക്കുക. കാരണം എന്താ വെച്ചാൽ ദൈവം കൊടുത്ത വെളിപ്പാടിലാണ് ആ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിയത്. ഭയങ്കര നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ ഒരു വരുമാനമില്ലാതെ അതിനെയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. എന്താന്ന് ചോദിച്ചാൽ പറയും, കർത്താവ് പറഞ്ഞപ്പം ഉപേക്ഷിക്കാൻ ഒരു മടിയുണ്ടായില്ല. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിന്റെ വേലയിലേക്ക് പോകണം, അവർക്ക് ശുശ്രൂഷയാണെന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്കൊക്കെ ഒരു മടിയാണ്. കാരണം അവർ സേഫ് സൈഡ് നിൽക്കട്ടെ എന്നിട്ട് അവര് ഇറങ്ങട്ടെ എന്ന് നമ്മുടെ ചിന്ത. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ നമ്മളെപ്പോഴും ഒരു സേഫ് സൈഡിൽ നിന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേങ്കില് സേഫ് സൈഡിൽ നിന്ന് കളിക്കുന്നതല്ല വിശ്വാസം. അത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ചെയ്യുന്ന വിശ്വാസം. എന്നാൽ എടുത്ത് എറിഞ്ഞിക്കളയ എന്ന് പറയുമ്പോൾ ഒരു മടിയുമില്ലാതെ എറിഞ്ഞിക്കളഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സമ്പത്തിനെ ആശ്രയിക്കത്തില്ല, പണത്തെ ആരാധിക്കത്തില്ല, നമ്മുടെ ഭൂമിയിലുള്ള വസ്തുവകളെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കത്തില്ല. കളയാൻ പറഞ്ഞാൽ കളയും, വിറ്റു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും, എടുത്തു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും. ഇതൊക്കെ ആർക്കാ നടക്കുന്ന? വിശ്വാസമുള്ളവർക്ക് നടക്കും. ഞാൻ പണ്ടപ്പോഴും നമ്മുടെ ഗ്രൂപ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചിലവര് ദൈവം എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല സിസ്റ്റർ ഇതുവരെ. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം എന്താ പറയാത്ത? ദൈവത്തിന് നിന്നെ വിശ്വാസം തന്നെ പറയാത്ത. കൊടുക്കാൻ പറഞ്ഞാ നീ കൊടുക്കത്തില്ലെന്ന് അറിയാത്തോണ്ട് ദൈവം നിന്നോട് പറയുന്നില്ല. നീ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവം നിന്നോട് പറയും. പല ദൈവദാസന്മാരുടെ ജീവിതാനുഭവം നമുക്കറിയാം. പേഴ്സിലിരിക്കുന്ന പോക്കറ്റിലിരിക്കുന്ന ഫുൾ എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ ഒരു മടിയുമില്ലാതെ എടുത്ത് കൊടുക്കും. കാരണം നാളത്തേക്ക് വെച്ചിരിക്കുന്ന ആവശ്യം, നാളെ ആവശ്യം. നമ്മളൊക്കെ നാളെ നമ്മുടെ ആവശ്യം എന്തൊരു അതിനുവേണ്ടി വെച്ചേക്കുന്നതല്ലേ, അത് കൊടുത്ത ഞാൻ എന്തോ ചെയ്യുന്ന ചിന്തി നമ്മൾ പലപ്പോഴും
അത് ആവശ്യങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് പോലും നമ്മൾ എടുത്തു കൊടുത്ത നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവം അത്ഭുതകരമായി നടത്തി തരും. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വിശ്വാസത്തെ, നമ്മളോട് പറഞ്ഞ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്ന. ഹാലേലിയ. 27-ാം വാക്യം വായിച്ച്. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ആമേൻ. അപ്പൊ വിശ്വാസത്താലാണ് മോശ മിസ്രയീം വിട്ടു പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് ഓടിപ്പോവാ ചെയ്യുന്നത്. ശരിക്കും ഭയപ്പെട്ട് ഓടിപ്പോന്ന അവിടെ എഴുതിയേക്കുന്നത്. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മ എഴുതി വെക്കുന്നത് ഹാലേലി 20 വിശ്വാസത്തിൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. അപ്പൊ അവന്റെ ഉള്ളിലൊരു ഹാലേലി, എന്തുകൊണ്ട് അവിടെ നിന്ന് വിട്ടോടിപ്പോരാൻ തോന്നുക വെച്ചാൽ അവന്റെ ഉള്ളിലൊരു ദൈവത്തിന്റെ ഹാലേലി, എന്തോ ദൈവം അവനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ അവന്റെ ജീവിതത്തിൽ പർപ്പസ് ഉണ്ട് എന്ന് മനസ്സിലായിട്ട് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ വിശ്വാസത്താൽ ഹാലേലി അവിടുന്ന് മിസ്രയീം വിട്ട് ഓടിപ്പോന്നു. അപ്പൊ വിശ്വാസത്താൽ ഹാലേലി ചിലതിനെയൊക്കെ വിട്ടോടുവാനായിട്ട് ഹാലേലി അവന് ധൈര്യം ലഭിച്ചത് വിശ്വാസത്താലാണ്. അടുത്ത 28-ാം വാക്യം. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. ആമേൻ. ഹാലേലൂയ. ഇവിടെ വിശ്വാസത്താൽ അവര് കടിഞ്ഞൂലുകളെ സംഹാരം അവരെ തൊടാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. അതുവരെ അവർ ചെയ്തിട്ടില്ലാത്തൊരു പ്രവൃത്തിയാണ്. ദൈവം പറഞ്ഞപ്പോൾ അവരത് ചെയ്ത് വിശ്വാസത്താൽ അത് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? അവരെ കടിഞ്ഞൂലുകളൊന്നും ആരും തൊട്ടില്ല, മറ്റുള്ളിടത്തൊക്കെ അതെ. പക്ഷെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു രക്തത്തിന്റെ രക്തത്താൽ നമുക്ക് ശുദ്ധി വരുമെന്നും രക്തം നമ്മളെ പ്രൊട്ടക്ഷൻ ആകുമെന്നും രക്തത്തിൽ വലിയ വിടുതലുണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ യേശു കർത്താവ് രക്തത്തെ ഉപയോഗിക്കാറുണ്ടല്ലേ. പവറാണ് ഭയങ്കര. യേശുവിന്റെ രക്തത്താൽ നമ്മൾ മറയുന്നു. എല്ലാവരും സഭാരാധന കഴിയുമ്പോൾ പറയത്തില്ല യേശുവിന്റെ രക്തത്തിൽ മറയുന്നു എന്നൊക്കെ പറയും. എന്താ കാര്യം? യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കുമെന്ന് മാത്രമല്ല, അത് നമ്മളെ ശുദ്ധീകരിക്കുന്നു മാത്രമല്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. സ്തോത്രം. അതുപോലെ അവരും അതുവരെ അതുവരെ നേരത്തെ ചെയ്തിട്ടുണ്ടോ ഇത്? നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ദൈവം പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ കാണിച്ചത് എന്തുകൊണ്ട്? വിശ്വാസത്താലാണ് അവർ ചെയ്തത്. അന്നത്തേക്ക് ജനം ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി കഴിഞ്ഞാൽ അതുപോലൊക്കെ തന്നെ വിശ്വസിക്കുന്ന നമ്മൾ കാണാറുണ്ട്. 28-ാം വാക്യം. 29-ാം വാക്യം. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടൽ കൂടി കടന്നു. അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ആമേൻ. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടെ മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. അപ്പൊ വിശ്വാസം ഇല്ലാത്തവരെ ചെയ്യാൻ നോക്കുമ്പോൾ മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ അവർ കണ്ടു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ പലയിടത്തും വിശ്വാസം. അപ്പൊ നമ്മൾക്കറിയാം, എരിഹോ കോട്ട തന്നെ എടുക്കാം. അവരോട് പറഞ്ഞ് 7 ദിവസം ചുറ്റണം. 7 ദിവസം എത്ര? 7-ാം പ്രാവശ്യം ചുറ്റണം. ഇന്നലെ അതുവരെ നമ്മൾ 6 പ്രാവശ്യം ചുറ്റിയിട്ട് അവർ ചോദിക്കാം മതി. 6 ദിവസം കഴിഞ്ഞ 6 ദിവസം ചുറ്റി 7-ാം ദിവസം വന്നിപ്പോ 6-ാമത്തെ പ്രാവശ്യം ചുറ്റി, അതിന് മതി എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിലോ മതിൽ താഴെ വീഴുമായിരുന്നു സിസ്റ്ററെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാ? നമ്മൾ 6 പ്രാവശ്യം ചുറ്റിയിട്ട് മാറിയിരിക്കുന്ന കൂട്ടത്തില്. കാരണം ഇത്ര നാളായിട്ട് പ്രാർത്ഥിച്ചു, അല്ല ഇത്ര നാളായിട്ട് ചോദിച്ചു, ഇത്ര നാളായിട്ട് ചെയ്ത് കിട്ടിയില്ലല്ലോ, എന്നാ വേണ്ട. നൈമാനെ എടുത്ത് നമുക്കറിയാം. നൈമാനോട് പറഞ്ഞു നീ പോയിട്ട് 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. നൈമാൻ 6 പ്രാവശ്യം മുങ്ങിട്ട് അത്രയും നേരം മുങ്ങിയിട്ട് ഒരു ചെറിയ ചേഞ്ച് പോലും വന്നല്ല. ആ കുഷ്ഠത്തിന്റെ ഒരു ശകലം പോലെ ഇളകിയിട്ടില്ല. ഇനിയിപ്പം അത് നിർത്തി 7-ാം പ്രാവശ്യം മുങ്ങുന്നില്ലെന്ന് വിചാരിച്ചെങ്കിലോ നമുക്കത് ഏലിയാവ് അമ്മയും കാൽമുട്ടുകൾക്കിടെ തലയൊക്കെ വെച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ശിഷ്യനോട് പോയി നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എന്നുള്ള ആവർത്തിച്ചപ്പോ എലിയ പറയാം ഇനി മതി, മനുഷ്യന്റെ വരെ നടുവടിക്കണ്ട, പ്രാർത്ഥിച്ചത് മതി, ഇത്ര നേരം നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എന്ന് ചോദിച്ചാൽ നിർത്തിയായിരുന്നെങ്കിലും. കാരണം നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ സംഭവിക്കുന്ന ഇതാണ്, നമ്മുടെ വിശ്വാസം ഇല്ലായ്മ. ആ വിശ്വാസം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവം പണ്ട് 2017 ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയം, ഞാൻ അത് ഉറച്ചത്തിൽ പോലും അല്ല, രഹസ്യത്തിൽ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പറഞ്ഞ കാര്യം. മറ്റൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, ദൈവം കേട്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു 2025 എത്തിയിട്ട് ആ കാര്യം എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അന്ന് ദൈവം കേട്ടെങ്കിൽ നടക്കും. കാരണം ദൈവം എന്നെ അറിയിച്ചത് ഞാനത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഞാനത് പ്രവർത്തിക്കുന്നതാണ് ദൈവം പറഞ്ഞത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാം 2025 എത്തിയിട്ട് നടന്നിട്ടില്ലെങ്കിൽ എനിക്കറിയാം അത് നടക്കും. എന്താന്ന് വെച്ചാൽ എന്റെ ദൈവം അത് കേട്ടു എന്ന് എന്നെ അറിയിച്ചതാണ്. ഹാലേലൂയ. അതുപോലെ നമ്മുടെയൊക്കെ
പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ, സമയം കഴിയുമ്പോൾ അല്ലെ വിശ്വാസം നമ്മളെ നഷ്ടപ്പെട്ടിട്ട് അവിശ്വാസം കയറിയിട്ട് ഹല്ലേലൂയ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാനും പ്രാപിക്കാനും ഇടയാകുന്ന പാതി വഴി ഉപേക്ഷിച്ച് കളയുന്ന ചിലതൊക്കെ ഉണ്ട്. അല്ലെ അങ്ങനെയല്ല ഹല്ലേലൂയ. വിശ്വാസത്താൽ അവർ അസാധ്യങ്ങളെ സാധ്യമാക്കി. ഹല്ലേലൂയ എന്താ പറയാ, ചെങ്കടൽ നടുവിൽ കൂടി ഹല്ലേലൂയ അവർ അക്കരെ കടന്ന്. ആമേ അതിന് പിന്നാലെ വന്നവർക്ക് ആമേ അത് ചെയ്യാൻ സാധിച്ചില്ല. അവർ മുങ്ങിപ്പോയി. അത് മിസ്രിമ ചെയ്യാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. കാരണം വിശ്വാസമില്ലാത്ത ആർക്കും ഒരു അസാധ്യത്തെ ആമേ ജയിക്കാൻ കഴിയത്തില്ല. ആമേ ഇമ്പോസിബിൾ ആയ കാര്യങ്ങളെ പോസിബിൾ ആക്കാൻ നമ്മുടെ ദൈവത്തിന് പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. 30-ാം വാക്യം, വിശ്വാസത്തോടെ 7 ദിവസം ചുറ്റാണെന്തോ ഇരിക്കും അതിൽ ഇടിഞ്ഞു വീണു. ഹാലില്ല വിശ്വാസത്താൽ 7 ദിവസം ചുറ്റി 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റിയപ്പോഴാണ് ഇടിഞ്ഞു വീണത്. ഹാലില്ല 6 പ്രാവശ്യം ചുറ്റാൻ നിർത്തിയതില്ല. അടുത്ത വായിച്ച വിശ്വാസത്താൽ രഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു, അവിശ്വാസികളോടെ നശിക്കാതിരുന്നു. ആമേൻ. അവിടെ രാഹാബ് എന്ന വേശ്യ എന്ന് തന്നെ ഇവിടെ എഴുതിയേക്കുന്നത്. ഹാലില്ല കാരണം അവരെന്തായിരുന്നു, ഹാലില്ല അവരുടെ പ്രൊഫഷൻ എന്തായിരുന്നു, അവരെത്രത്തോളം നമുക്കറിയാം വേശ്യ സ്ത്രീ എന്ന് പറയുമ്പോഴത്തേന് സമൂഹത്തിൽ ഒരിക്കലും നല്ല പേര് ലഭിക്കുന്ന സ്ത്രീ അല്ല. ഹല്ലേലൂയ. അപ്പൊ പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലൊക്കെ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണോ എന്നൊക്കെ പറഞ്ഞ് നിയമം ഉള്ളിടത്താണ് രാഹാബ് എന്താ അവിടെ വലിയ കൂട്ടത്തിന് കൂടെയല്ല, ചെറിയൊരു കൂട്ടം ഒറ്റുകാർ വന്നപ്പോ അവരെ കൈക്കൊണ്ടിട്ട് എന്താ പറയാ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലേക്കല്ല രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക് കയറി നിന്നു. എന്നിട്ട് യേശു കർത്താവിന്റെ ജീനിയോളജിയിൽ ചില സ്ഥാനം പിടിച്ചു. യേശു കർത്താവിന്റെ വംശാവലിയിൽ എഴുതി ചേർക്കപ്പെട്ട പേര്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ 3 സ്ത്രീകളുടെ പേര് എഴുതി. 3 സ്ത്രീകളുടെ പേര് എഴുതി. 4 സ്ത്രീകളുടെ പേര് 4 അതിൽ രാഹാബ് എന്ന വേശ്യയുടെ പേരുണ്ട്. ഹാലേലിയ. രൂത്തിന്റെ പേരുണ്ട്. ഹാലേലിയ. താമാറിന്റെ പേരുണ്ട്. ഹാലേലിയ. ഊര്യാവിന്റെ ഭാര്യ എന്ന് പറഞ്ഞ പേര്. ഹാലേലിയ. ഇത്രയും പേരുടെ പേര് എഴുതി ചേർക്കപ്പെടാൻ ഇവരെല്ലാരും ആരെ നോക്കിയാലും ആർക്കും ഒരു ഗുണവും ഇല്ലാത്തത് സമൂഹം നോക്കും. പക്ഷെ അവിടെ രാഘവ എന്ന വേശ്യ എന്താ പറയാ, അവള് വിശ്വാസത്താലാണ്. അവൾക്കൊരു കാര്യം ഉറപ്പാണ്. ഈ ഒറ്റുകാരി വന്നപ്പോൾ അവൾ അവിടെ പറയുന്ന വാക്യം കേട്ടാ ഞങ്ങളുടെ ഹൃദയം ആ പ്രവൃത്തിയെ കേട്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയെന്ന് പറയുന്നത്. കാരണം അവര് ദൈവത്തിന്റെ പ്രവൃത്തിയെ കേട്ടിട്ട് അവരുടെ ഹൃദയം ഉരുകിപ്പോകുന്ന രീതിയിൽ അവർക്ക് ഭയവും വിശ്വാസവും വന്നു. അപ്പൊ അതുകൊണ്ട് അവള് അല്ലെങ്കിൽ അവിടുത്തെ മൊത്തം ജനങ്ങൾ ഒരു സൈഡ് നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടാതെ ഒറ്റുകാരെ സഹായിച്ചിട്ട് രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക് വരും. ഇന്നും ഈ സമൂഹത്തിൽ നമ്മൾ കാണുമ്പോൾ കോടിക്കണക്കിന് ജനം കിടക്കുകയാണ്. ആ കൂടെ നമുക്ക് നശിച്ചു പോകാം. പക്ഷേ ആ നശിച്ചു പോകുന്ന കൂട്ടത്തിലേക്കല്ല രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ കുറച്ച് ജീനിയോളജി ഒക്കെ ആവുമ്പോൾ നമ്മുടെ പേരും ഒക്കെ നമ്മുടെയൊക്കെ തലമുറയൊക്കെ എഴുതി പറയാം. അമ്മച്ചി സാറമ്മച്ചി വന്നിട്ടല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുന്നത്. അന്ന് വിശ്വാസത്തിൽ വന്നോണ്ടേട്ടോ ഞങ്ങളൊക്കെ രക്ഷയിലേക്ക് വന്നു. ജോളിയമ്മച്ചി ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ വരും തലമുറ ചിലപ്പോൾ പറയപ്പെടും. എഴുതപ്പെടും. അതുപോലെ അവിടെ അടുത്ത വായിച്ചു സിസ്റ്റർ 32. ഇനി എന്ത് പറയണ്ടു? ഗിദ്യോൻ, ബാരാഖ്, ശിംഷോൻ, നിപ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇവിടെ പറയുന്ന 32 നമുക്ക് പറയാം. കുറെ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വിവരിക്കാൻ സമയം. വിശ്വാസ രാജ്യങ്ങളെ അടക്കി, അടുത്ത നീതി നടത്തി. വിശ്വാസ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി. അപ്പൊ നീതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നീതി നടത്തണമെങ്കിൽ, നീതിയോടെ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ഇത് അനീതിയാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കാനും നീതിക്ക് വേണ്ടി നിൽക്കാനും ഒക്കെ വേണമെങ്കിൽ എന്താ പറയുക, നമുക്ക് വിശ്വാസം ഉണ്ടാകണം. നീതിമാന്മാരുടെ കൂടെ ചേർന്ന് നിൽക്കണം വിശ്വാസം വേണം. നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വിശ്വാസം വേണം. കാരണം എന്താ വെച്ചാൽ അനീതിക്ക് ഞങ്ങൾ കൂട്ടാളികൾ ആകത്തില്ല എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നൊരു കാര്യം? നമ്മുടെ വിശ്വാസം എന്താ? കാണുന്നൊരു ദൈവമുണ്ട് അല്ലേ? അപ്പം ആ വിശ്വാസം നമ്മളുണ്ടെങ്കിലേ നീതിക്ക് വേണ്ടി നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നീതിമാന്മാരുടെ കൂട്ടത്തിൽ കയറി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹാലയില്ല. അപ്പൊ നീതി നടത്താൻ പറ്റത്തുള്ളൂ. ഹാലയില്ല. അടുത്ത പറയുന്നത് തീയുടെ വാളിന്റെ വായ്ക്ക് ബലഹീന ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരെ അന്യന്മാരുടെ സൈന്യങ്ങൾ ഓടിച്ചു. അവര് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഹാലയില്ല. എന്താ ഇവിടെ പറയാം, യുദ്ധത്തിൽ വാളിന്റെ വായ്ക്ക് ബലഹീന ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്ന് അന്യന്മാരുടെ സൈന്യങ്ങൾ ഓടിച്ച് അവർ ചെയ്യുന്ന ഗ്രേറ്റ് തിങ്സ് അവർ ചെയ്യുന്നത് എങ്ങനെ? വിശ്വാസത്താലാണ്. നമുക്കറിയാം, നമ്മൾ പാട്ട് പാടുമ്പോൾ പറയും ശൂരന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്താ പറയാ, യുദ്ധം ചെയ്യാൻ പോയപ്പോ അവരൊക്കെ എങ്ങനെയാ പോയത്?
വലിയ സൈന്യത്തിലൊക്കെ ആശ്രയിച്ചു വാളും പരിചയം കുന്തത്തിലും ഇതിലൊക്കെ ആശ്രയിച്ചിട്ടല്ല പോയത്. ഇന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധം ചെയ്യാൻ പോകുന്നു പറയുന്നുണ്ട്. കാരണം ഇവർക്ക് രണ്ടുപേർക്കുള്ള അഹങ്കാരം എന്താ വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഹാലേലിയ വളരെ നല്ല ഹാലേലിയ ആയുധങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മിസൈലുകളുണ്ട്, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി വെച്ച പലതിലും ആശ്രയിച്ചുകൊണ്ട് അവർ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് അവർ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായത് അവരുടെ സൈന്യ ബഹുത്വത്താൽ ഒന്നുമല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. മുൻപ് യുദ്ധത്തിന്റെ മുമ്പിൽ നിന്നിട്ട് സൈന്യം ഹാലേലിയ ദൈവത്തിന് സ്തോത്രം പാടിക്കൊണ്ട് സ്തുതി പാടിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേന് ഹാലേലിയ അവർ ജയിക്കുന്നെങ്കിൽ അതെന്താ അവരുടെ വിശ്വാസമാണ്. അങ്ങനെ വീരപ്രവൃത്തി ഗ്രേറ്റ് തിങ്സ് എല്ലാം അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം മൂലം ഹാലേലിയ അതൊക്കെ ചെയ്യുവാൻ അവർക്ക് പ്രാപിക്കാനായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടർക്ക് കിട്ടി, മറ്റൊരു കൂട്ടർക്ക് കിട്ടിയില്ല. ചില കൂട്ടർ പരിഹാസമേറ്റ്, ചില കൂട്ടർ നിന്നയേറ്റ്, ചില കൂട്ടർക്ക് മാന്യത വന്നു. ഇതെല്ലാം വിശ്വാസത്തല തന്നെ. അപ്പൊ വിശ്വാസം എപ്പോഴും ഇന്നുവരെ നമ്മൾ പഠിച്ചു വെച്ചതുപോലെ എന്തെങ്കിലും കിട്ടുന്നത് മാത്രമല്ല വിശ്വാസം. ചിലതൊക്കെ ഉപേക്ഷിക്കുന്നത്, ചിലതൊക്കെ വിട്ടുകളയുന്നത്, ചിലതൊക്കെ കിട്ടാതിരിക്കുന്നത്, ചിലയിടത്തൊക്കെ അടി, ചമ്മട്ടി, പരിഹാസം, നിന്ന ഇതൊക്കെ നമ്മൾ നഗ്നത, വാൾ ഇതൊക്കെ ഏൽക്കുന്നതും അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും വിശ്വാസം എന്താ ക്രിസ്തുവിനോടുള്ള വിശ്വാസം മൂലമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ പല പല പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈച്ചവള അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാളികൾ കോലാൻ തോൽ ധരിച്ചു, ബുദ്ധിമുട്ട് ഉദരം കഷ്ടവും സഹിച്ചു, കാടുകളും മലകളും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പ് ഉഴന്നു നടന്നു, ലോകം അവർക്ക് യോഗ്യമല്ല. ഇതെല്ലാം അവർ ചെയ്യുമ്പോൾ അവരെല്ലാം അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ് ഇത് ഏൽപ്പിക്കുന്നത്? വിശ്വാസത്താലാണ് ഇതെല്ലാം ചെയ്തത്. അപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നവർ ഇപ്പൊ കാണാത്ത കാര്യം നിശ്ചയമാണെന്ന് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ വിശ്വാസം പൂർണ്ണമാകത്തില്ല. വിശ്വാസം പൂർണ്ണമാകണം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ പോകുമ്പോഴും ദൈവമേ നന്ദിയപ്പ അത് പോയതിനായ നന്ദി എന്ന് പറയാൻ എന്താ വെച്ചാൽ അത് പറയണ വിശ്വാസത്താൽ. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന് 5-ാം വാക്യം കൂടെ വായിക്കും സിസ്റ്റർ. 2 കൊരിന്ത്യർ 13:5. 13-5. നിങ്ങൾ വിശ്വാസിച്ചിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഇവിടെ പറയുന്നത് നിങ്ങൾ വിശ്വാസിച്ചിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് ഇത്രയും വിശ്വാസത്തെ കുറിച്ച് 11-ാം അധ്യായം എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തെ വിശ്വാസത്തെ കുറിച്ച് തന്നെയാണ് ആ വാക്യങ്ങളെല്ലാം പറഞ്ഞേക്ക്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മളോട് പരിശുദ്ധാൻ പറയണ നമ്മളൊക്കെ വിശ്വാസം തന്നെയാണോ ഇരിക്കുന്നത്? ചിലതൊക്കെ പോകുമ്പോൾ കരഞ്ഞും വിലപിച്ച് അയ്യോ നഷ്ടപ്പെട്ടേ പോയേ എന്ന് പറഞ്ഞിട്ട് എല്ലാം പോയേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്? അതോ നമ്മൾ വിശ്വാസത്തിലിരിക്കുകയാണെങ്കിൽ അതിന് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ടോ? നിനക്കൊരു വലിയ രോഗമാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ ഡയഗ്നൈസ് ആയിട്ട് അറിയിക്കുമ്പോൾ അയ്യോ എന്റെ ജീവിതം പോയി എന്നാണോ വിശ്വാസം നമ്മൾ അതിനെ ദൈവത്തോട് ദൈവമേ നന്ദി എന്ന് പറയുന്നവരായിട്ടാണോ? സമ്പത്ത് പോകുമ്പോൾ ഉള്ളതൊക്കെ നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോഴും വിശ്വാസത്താൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ഭാരങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, നഷ്ടങ്ങൾ എല്ലാം വരുമ്പോൾ വിശ്വാസത്താൽ നമ്മൾ എങ്ങനെ വിശ്വാസം തന്നെയാണോ നിൽക്കുന്നതെന്ന് അവിടെ ശോധന ചെയ്ത് നോക്കാനാ പറയുന്നത്. ശോധനയെ നോക്കിയത് മാത്രമല്ല ഇരിക്കുന്നു നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യും, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികയും. അപ്പൊ നമ്മൾ ഇതൊക്കെ പോകുമ്പോൾ കരഞ്ഞ് വിലപിച്ച് സങ്കടപ്പെട്ട് മാറി പ്രാർത്ഥിക്കുക, ഇനി വേണ്ട വിശ്വാസം വേണ്ട, എനിക്ക് ഈ ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, പഴയതായിരുന്നു ഇതിനെക്കെട്ട് നല്ലതെന്ന് പറയുന്നവരാണോ? ഇതിൽ തന്നെ നിൽക്കുന്നിട്ട് അത് നമ്മൾ കൊള്ളാവുന്നവരാന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ ക്രിസ്തു ഉണ്ടെന്ന് പറയുന്ന അവിടെ എന്ന് വരെ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വരുമ്പോഴും കുഴപ്പമില്ല, സ്തോത്രം കർത്താവ് നന്ദി എന്ന് പറയുന്നവരാണെങ്കിൽ യേശു ക്രിസ്തു നമ്മളിലുണ്ട്. കാരണം വെച്ചാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ നമ്മളിത് മാറ്റിക്കളയാൻ പറ്റത്തില്ല. നമുക്ക് പറഞ്ഞിരിക്കുന്ന നിത്യതയെ ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. ദൈവത്തോട് യുവായികം വാഴുമെന്നുള്ള സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ട് കൂടാരങ്ങൾ മാറ്റി മാറ്റി അടിച്ച് അന്യരും പരദേശികളെന്ന് പറഞ്ഞ് ജീവിച്ച അബ്രഹാമിനെ പോലെ നമുക്ക് ആകാൻ പറ്റുന്നെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെയാണ്, വിശ്വാസത്തിലാണ് നമ്മളിത് പറയാൻ പറ്റും. നമ്മൾ ഈ ലോകത്തിൽ ചിലതൊക്കെ നമുക്ക് വരുമ്പം മാത്രം അയ്യോ വിശ്വാസം ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു അത് കിട്ടി എന്ന് പറയുന്നത് മാത്രമല്ല വിശ്വാസം. ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ടും അതെനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും എന്റെ വിശ്വാസമായി
തന്നെ നിൽക്കണം. അല്ലെ, നമ്മൾ ചോദിച്ചതൊക്കെ ദൈവം തരുമ്പോൾ മാത്രം ആമേ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് വിശ്വാസമില്ലാത്തവരല്ല. ആമേ ചോദിച്ചതൊക്കെ എത്ര ചോദിച്ച് ലഭിച്ചില്ല എങ്കിലും ഹാലെ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരണം. ഹാലെ വിശ്വാസത്തിന്റെ വീര്യപ്രവൃത്തി നടക്കുന്നത് ഹാലെ ലൂയ ആമേ ചില പ്രതികൂലങ്ങളുടെ ആമേ ഹാലെ വലിയ പ്രതിസന്ധികളുടെ ഹാലയില് അങ്ങ് കൊടുമുടിയിൽ കയറി നിൽക്കുമ്പോഴായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ശുശ്രൂഷക്കാൻ ഞാൻ പറഞ്ഞു ഹാലേലിയ ആമേ നീ മുൻപോട്ട് പോകുമ്പോൾ ദൈവം പറഞ്ഞു നീ മുൻപോട്ട് പൊയ്ക്കോ എന്ന് പറയാം. നീ മുൻപോട്ട് പോകുമ്പോൾ നീ ഒരു കൊക്കയുടെ മേളിൽ ചെന്ന് നിൽക്കുക. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ട് നിനക്ക് മുമ്പേ സ്ഥലമില്ല എങ്കിൽ ഹാലെ ദൈവമാണ് പറഞ്ഞു കേട്ട് നീ പോയതെങ്കിൽ നീ കാലെടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ നിന്റെ കാല് ചവിട്ടാനായിട്ട് താഴ്ന്നു വരുന്ന അവിടെ സ്ഥലം ഒരുങ്ങിയിരിക്കും. ഹാല ഏത് ശൂന്യത ആണെങ്കിലും ഹാല ദൈവത്തിന്റെ വാക്ക് കേട്ടാ പോകുന്നെങ്കിൽ ആ ശൂന്യത അവിടെ ശൂന്യതയായിട്ട് നിൽക്കുന്ന സിസ്റ്റർ എന്നല്ല, അയ്യോ അത് കണ്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കാൻ പോവാ, ദൈവം പറഞ്ഞിട്ട് അവിടെ ഒന്നും ഇല്ലല്ലോ എന്നല്ല. ഹാല ആ ശൂന്യതയിൽ നീ കാല് വെക്കുമ്പോ ഹാല നിന്റെ കാല് ചവിട്ടാൻ ഭൂമിയിൽ ഒരടി മണ്ണില്ല എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ, പക്ഷെ നീ വിശ്വാസത്തെ കാല് ഉയർത്തിയാണെങ്കിൽ ആ കാല് താഴ്ന്നു വരുന്നതിനും അവിടെ മണ്ണൊരുങ്ങിയിരിക്കും. കാരണം നമ്മുടെ ദൈവം പറഞ്ഞേക്ക് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി. ഞാൻ എപ്പോഴും ആലോചിക്കാറ്, ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുള്ളതാ. ഹല്ലേലൂയ. ഏലിയാവിനോട് പറയുന്നുണ്ട് ഹാലലിയ അമ്മ സരഫത്തിലെ വിധവയുടെ വീട്ടിലോട്ട് പൊക്കോ, നിനക്ക് വേണ്ടി അമ്മ നിന്നെ പോയിട്ട് ഞാൻ അവിടെ കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം പറയുന്ന വാക്ക് എങ്ങനെയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പട്ടിണിയാണ്, അവർ മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. നമ്മളാണെങ്കിൽ പറയും കർത്താവേ ഇത് വലിയ പണിയായല്ലോ എന്നോട് ചെയ്തത്, എന്നോട് പറഞ്ഞു വിട്ടിട്ട് അവർക്ക് പോലും ഭക്ഷിക്കാനില്ല, അവർ ആത്മഹത്യ നിൽക്കുന്ന കുടുംബത്തിലേക്കാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഏലിയാവ് അല്ല അങ്ങനെ പറഞ്ഞില്ല. കാരണം ഏലിയാവിനറിയാതെ പറഞ്ഞു വിട്ട ദൈവം ആരാണെന്ന്. ഏലിയാവ് ആദ്യം വിട്ട് കൊണ്ടുപോവാ ആമെ കലത്തിലെ മാവ് കുറയത്തില്ല, കലശത്തിൽ എണ്ണ ആമെ കുറയത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ ഹാലേലി ആമെ ഹാലേലി ആ പ്രതികൂലത്തിന്റെ കാലാവസ്ഥയിൽ ഹാലെ അവരെല്ലാവരും ആ കുടുംബം മുഴുവനും ഹാലേലിയെ ആമെ അവിടെ സുഭിക്ഷമായി ജീവിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുമ്പിൽ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന നമ്മുടെ ഹാലിലെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനൊക്കെയല്ല നമ്മൾ കാണേണ്ടത്, അതിനപ്പുറത്ത് ഹാലെ വിശ്വാസം നമ്മൾ ചിലതിനെ കാണണം. ഹാലലുയ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഹാലെ ഏതോ ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വന്നു നിൽക്കുമ്പോൾ, ഒരു രോഗം നമ്മുടെ ജീവിതത്തിൽ വന്നു നിൽക്കുമ്പോൾ, ഒരു പാരം വരുമ്പോൾ അത് എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് ഹാലേലൂയ എന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞ് നമ്മൾ അപ്പോഴും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. നമ്മൾ ക്രിസ്തു ഉണ്ടെന്ന് നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അല്ലാതെ കഷ്ടത വരുമ്പോൾ കരഞ്ഞ് വിലപിച്ച് ജാതികളെക്കാട്ടി കഷ്ടമായിട്ട് തെക്കോട്ടും വടക്കോട്ടും കടന്ന് ഓടി എല്ലാവരും പരാതിയും പറഞ്ഞ് സങ്കടവും പറഞ്ഞ് മൂക്കും പിഴി നടക്കുന്നവരല്ല വിശ്വാസികൾ. ഹാലേലിയ ഏത് കഷ്ടതയിലും ഹാലേലിയ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതാണ് വിശ്വാസം. അപ്പൊ നമ്മൾ വിശ്വാസം, നമ്മുടെയൊക്കെ വിശ്വാസം ശരിക്കും നമ്മൾ വിശ്വാസം ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.